ഗോവിന്ദൻ മാസ്റ്റർ അത് അദ്ദേഹവും രാജീവ് ചന്ദ്രശേഖരനും തമ്മിലുള്ള കൂട്ടുകെട്ട് മറച്ചു വെക്കാൻ വേണ്ടിയുള്ള ഒരു കള്ളപ്രചരണമാണ്. ഞങ്ങൾ ആലപ്പുഴ ജില്ലയിൽ എവിടെയാണ് മത്സരിക്കാത്തത്? ഞങ്ങൾ എല്ലായിടത്തും മത്സരിക്കുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദൻ മാസ്റ്ററെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്. അതുകൊണ്ട് അത് ജനങ്ങൾ തന്നെ അത് തള്ളിക്കളയും. ഞങ്ങൾ UDF ഒരു മനസ്സോടെ പ്രവർത്തിക്കുകയാണ്. ഒരഭിപ്രായ വ്യത്യാസവുമില്ല. എല്ലായിടത്തും സ്ഥാനാർത്ഥി നടത്തിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും BJPയും CPMഉം തമ്മിലാണ് അന്തർധാര വളരെ വ്യക്തമാകുന്നത്. SDPI ജമാഅത്തെയൊക്കെ എല്ലാ കാലത്തും CPMന്റെ കൂടെ ആയിരുന്നു. അത് അദ്ദേഹം മറച്ചു വെക്കുകയാണ്. ജമാഅത്തിൻ്റെയും SDPIയുടെയും പിന്തുണ തേടിയാണ് CPMന്റെ പല സ്ഥാനാർത്ഥികളും ജയിച്ചിട്ടുള്ളത്. അത് മറച്ചു വെച്ചിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നേരത്തെ കേന്ദ്ര അന്വേഷണം താങ്കൾ ഉൾപ്പെടെ ആവശ്യപ്പെട്ടിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ SIT അന്വേഷണത്തിൽ രമേശ് ചെന്നിത്തല ഉൾപ്പെടെ VD സതീശൻ ഉൾപ്പെടെ എല്ലാവരും തൃപ്തരാണ് എന്നുള്ളതാണ് ഇന്നലെ ഗോവിന്ദൻ മാസ്റ്റർ പ്രസംഗത്തിൽ പറയുന്നത്. ഞങ്ങൾ പറഞ്ഞത് എന്താണ്? കോടതിയുടെ നിരീക്ഷണത്തിൽ CBI അന്വേഷണം വേണമെന്ന്. അത് ഗവൺമെൻറ് തയ്യാറായില്ല. പക്ഷേ കോടതി ഇടപെട്ടു. കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലും നിരീക്ഷണത്തിലും ഒരു അന്വേഷണം നടക്കുന്നത് ഞങ്ങളെന്തിനാ എതിർക്കുന്നത്? ഇപ്പം സത്യം പുറത്തു വന്നില്ലേ? CPMന്റെ ഉന്നതരായ നേതാക്കന്മാർ ജയിലിൽ ഉണ്ട തിന്നുകയാണ്. ഇപ്പം ജയിലിൽ കിടന്ന് ഉണ്ട തിന്നുകയാണ്. കൈവലം കണിയിച്ചു കൊണ്ടുപോവുകയാണ്. CPMന്റെ നേതാക്കന്മാരാണ് ഇതെല്ലാം, ചെറിയ ആളുകളല്ല. അവരെ കൈവലങ്ങ് വെച്ച് പോലീസ് ഉണ്ട തീറ്റിക്കുകയാണ്. ഇനിയും മന്ത്രിമാരടക്കമുള്ളവർ ജയിലിൽ പോകേണ്ടി വരും. ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. സ്വർണം കൊള്ള നടത്തിയ ആളുകളാണിവർ. അമ്പല കൊള്ളക്കാരാണിവർ. 30.8 കിലോഗ്രാം സ്വർണമാണ് അവിടെ നിന്ന് അടിച്ചുകൊണ്ട് പോയത്. അതിന് മറുപടി പറയണ്ടേ? അത് ജനങ്ങളോട് വിശദീകരിക്കണ്ടേ? അതെന്താ വിശദീകരിക്കാത്തത്? CPMന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു അപജയമാണ് ഉണ്ടായിരിക്കുന്നത്. 100% തിരിച്ചടിയാവും. CPMന്റെ നേതാക്കന്മാരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനിയും മന്ത്രിമാരെ അറസ്റ്റ് ചെയ്യും. അറസ്റ്റ് ഒഴിവാക്കാൻ CPM പരമാവധി ശ്രമിച്ചല്ലോ, എല്ലാവർക്കും അറിയാതൊക്കെ. പക്ഷെ അതൊന്നും നടന്നില്ല. ഏതായാലും ഇതുകൊണ്ട് തീരുന്നില്ല. ഇത് മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ്. ഇനിയും കൂടുതൽ ആളുകളെ, കൂടുതൽ മന്ത്രിമാരടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്യേണ്ടി വരും.